നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മാ സനഅത ഇലാ അഹ്ലിക ഫഹുവ സദഖത്തുൻ അലൈഹിം. കുല്ലു മാ സനഅത ഇലാ അഹ്ലിക, നിന്റെ വീട്ടുകാർക്ക് നീ ചെയ്തു കൊടുക്കുന്ന ഏതൊരു കാര്യവും ഫഹുവ സദഖത്തുൻ അലൈഹിം, അത് അവർക്കുള്ള സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർക്ക് സേവനം ചെയ്യുക, വീട്ടിൽ ഭാര്യമാരെ ഉമ്മമാരെ സഹായിക്കുക എന്നുള്ളത് പുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഭാര്യമാരെ സഹായിക്കുക, വീട്ടുകാര്യങ്ങൾക്ക് സഹായിക്കുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വലിയ മാതൃകയായിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കുന്നുണ്ട്, മാ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതി, എന്തൊക്കെ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെയ്യാറുള്ളത്, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായിരുന്നത് എന്ന ചോദ്യത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ നൽകുന്ന മറുപടി, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരെ അവരുടെ ജോലിയിൽ സഹായിക്കും. ഫൈദാ ഹളറത്തിസ് സ്വലാ, നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഖറജ ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് പുറപ്പെടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാര്യങ്ങളിൽ ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയോട് എന്തൊക്കെ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ചെയ്യാറുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന ബശറൻ മിനൽ ബശർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. യഫ്ലി സൗബഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലെ അഴുക്കുകൾ വൃത്തിയാക്കാറുണ്ട്, വസ്ത്രം വൃത്തിയാക്കാറുണ്ട്. വയഹ്ലുബു ഷാതഹു, റസൂലിന്റെ ആടിനെ കറക്കാറുണ്ട്. വയഖ്ദുമു നഫ്സഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ട കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെയ്യാറുണ്ട് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു റിവായത്തിൽ വന്നത്, കാന യഖീതു സൗബഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ വസ്ത്രം തുന്നാറുണ്ട്. വയഖ്സിഫു നഅലഹു, റസൂലിന്റെ ചെരുപ്പ് റസൂലുള്ളാഹ് ശരിയാക്കാറുണ്ട്. വയഅമലു മാ യഅമലു റിജാലു ഫീ ബുയൂതിഹിം, ആളുകൾ അവരുടെ വീടുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്യാറുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനോളം തിരക്കുള്ള ഒരാളും ഇല്ല. റസൂലുള്ള ഭരണാധികാരിയാണ്, റസൂലുള്ള അധ്യാപകനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടതുണ്ട്. അതിന്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാര്യങ്ങളിൽ ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യമാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പറയുന്നത്. അപ്പൊ ഇതൊരു വലിയ ഗുണമാണ്. പലപ്പോഴും പല ആളുകളും വീട്ടിൽ പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ വല്ലതിനും സഹായിച്ചാൽ, അടുക്കളയിൽ കയറി വല്ലതിനും അവരോട് സഹകരിച്ചാൽ എന്തോ വല്ലത് കുറഞ്ഞു പോകുമെന്ന ഒരു തോന്നലാണ്. യഥാർത്ഥത്തിൽ ഇത് ശരിയല്ല. വീട്ടുകാരെ സഹായിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതിൽ ഒരു വിനയത്തിന്റെ അടയാളവുമുണ്ട്. അതിലൊന്നും കുറഞ്ഞു പോകാനില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അൽ ഇൻസാനു ഇദാ കാന ഫീ ബൈതി, ഒരാൾ തന്റെ വീട്ടിലാണെങ്കിൽ ഫമിന സുന്നതി അൻ യസ്നഅ അശ്ശായ മസലൻ ലിനഫ്സിഹി, അയാൾക്ക് സുന്നത്തായിട്ടുള്ള കാര്യമാണ് അയാൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വയത്ബഖ ഇദാ കാന യഅരിഫ്, അയാൾക്ക് പാകം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് സുന്നത്താണ്. വയഗ്സില മാ യഹ്താജു ഇലാ ഗസ്ലിഹി, അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. കുല്ലു ഹാദാ മിനസ് സുന്ന, ഇതെല്ലാം സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളത് കൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അൻത ഇദാ ഫഅൽത ദാലിക തുസാബു അലൈഹി സവാബ സുന്നത്തിൻ, നീ ഇപ്രകാരം വീട്ടിൽ പെരുമാറിയാൽ, ഈ രൂപത്തിൽ നീ കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇഖ്തിദാഅൻ ബിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ പിന്തുടർന്നു എന്ന കാരണത്താൽ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ള കാര്യമാണ് വതവാദുഅൻ ലില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനോടുള്ള ഒരു വിനയം ഇതിലുണ്ട്. അഹങ്കാരികൾക്ക് ഇത് സാധിക്കുകയില്ല. പല രാജാക്കന്മാരും ഭരണാധികാരികളും ചെയ്യാത്ത കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് വിനയത്തിന്റെ അടയാളമാണ്, ഇത്തരം അടുക്കള കാര്യങ്ങളിൽ, വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത്. അപ്പൊ ഈ നിലക്കൊക്കെ നിനക്ക് പ്രതിഫലം ലഭിക്കും. മാത്രമല്ല വലി അന്ന ഹാദാ യൂജിദുൽ മഹബ്ബത ബൈനക വബൈന അഹ്ലിക, ഈ പറഞ്ഞ കാര്യം നീ വീട്ടുകാരെ അവരുടെ വീട്ടുകാര്യങ്ങളിൽ സഹായിച്ചാൽ നിനക്കും നിന്റെ ഭാര്യക്കും ഇടയിൽ സ്നേഹമുണ്ടാക്കും. ആ കാര്യം നീ അവരെ ആ രൂപത്തിൽ സഹായിച്ചാൽ നിനക്കും അവർക്കുമിടയിൽ സ്നേഹത്തെ ഉണ്ടാക്കും. ഇദാ ശഅറ അഹ്ലുക അന്നക തുസാഇദുഹും ഫീ മിഹ്നതിഹിം, നിന്റെ ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടാൽ നീ അവരെ അവരുടെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കും എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അഹബ്ബൂക, ആ വീട്ടുകാർ ഭാര്യമാർ നിന്നെ സ്നേഹിക്കും. വസ്ദാദത് ഖീമതുക ഇൻദഹും, മാത്രമല്ല നിന്റെ വില അവരുടെ അടുത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, ഒന്നും കുറഞ്ഞു പോകുകയല്ല. വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിച്ചാൽ അത് മുഖേന നിന്റെ ഖീമത്ത്, നിന്റെ വില, മൂല്യം അവരുടെ അടുത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുക. ഫയകൂനു ഫീ ഹാദാ മസ്ലഹ കബീറ, ഈ പറഞ്ഞ കാര്യത്തിൽ വലിയ മസ്ലഹത്തുണ്ട്, ഗുണമുണ്ട് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പുരുഷന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മൾക്ക് സാധിക്കുന്ന സമയത്ത് സാധിക്കുന്ന രൂപത്തിൽ വീട്ടിലെ കാര്യങ്ങളിൽ ഭാര്യമാരെ സഹായിക്കുന്ന വിഷയത്തിൽ, ഉമ്മമാരെ സഹായിക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിലെ കാര്യത്തിൽ ഭാര്യമാർക്ക്, ഉമ്മമാർക്ക് അങ്ങേയറ്റം പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് പോലും ഒരു നിലക്കും സഹായിക്കാത്ത പുരുഷന്മാരുണ്ട്. തിരിഞ്ഞു നോക്കൂല. അതെന്തോ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു പണിയാണ്, അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല എന്ന രൂപത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ശരിയല്ല. നമ്മൾ വീട്ടിലെ ജോലിയിൽ, വീട്ടുകാര്യങ്ങളിൽ പുരുഷന്മാർ ഭാര്യമാരുമായി, വീട്ടിലെ ആളുകളുമായി സഹകരിക്കുക, അതിനെ സഹായിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് പുണ്യമുണ്ട്, നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചു ചെയ്യേണ്ട പ്രവർത്തനമാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.